ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടേജാണ് നാഗരാജ ക്ഷേത്രത്തിൻ്റെ, മണ്ണാർശാല ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടേജിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നമ്മൾ കയറുന്ന സ്ഥലമാണ് കാണുന്നത്. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ആ കാണുന്നത് നമ്മുടെ പ്രസാദ വിതരണത്തിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ. അർച്ചനയുടെ രസീതും കാര്യങ്ങളും അവിടുത്തെ നമ്മുടെ വഴിപാട് രസീത് കൗണ്ടറാണ് അതിൻ്റെ അപ്പുറം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അവിടുന്ന് അകത്ത് കയറി തൊഴുത് എല്ലാം വെളിയിലിറങ്ങി. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വീഡിയോ അലോഡ് അല്ലാത്തതുകൊണ്ട്, ഫോണൊന്നും അലോഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരോട് ഇപ്പോൾ ഇല്ലത്തിൻ്റെ അടുത്തൊരു നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മണ്ണാർശാല അമ്മ ഇരിക്കുന്ന ഇല്ലമുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറം കുറച്ച് ദൂരം നടന്നാൽ മതി കേട്ടോ. അതാണ്ട് ആ പാസേജിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതിൻ്റെ അപ്പുറം എല്ലാം അവരുടെ ഓരോ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് ആ ക്ഷേത്രത്തെ പറ്റി വലിയ ധാരണയില്ല. ഞാനൊരു ആലപ്പുഴ ജില്ലക്കാരനാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ക്ഷേത്രങ്ങളെപ്പറ്റി വലിയ പിടിയില്ല കേട്ടോ. അപ്പോൾ ചോദിക്കും, നീ എന്തിനാടാ ഒരു ഹിന്ദുവായിട്ട് നടക്കുന്നത്, ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട്? അതും ഒരു ചോദ്യമാണല്ലേ. നമ്മൾ പോകാറുണ്ട്, എല്ലാ മാസവും പോകാറുണ്ട്, തൊഴാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇന്നവിടെ എന്തോ ഒരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു. അതിന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ആ ഇല്ലത്തിൻ്റെ അകത്തോട്ട് കയറി പോയിട്ട് പോകുന്ന വഴിയാണ്. അവിടെ കയറി തൊഴുതിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഇതിപ്പോൾ അവിടെ നിന്ന് കയറി തിരിഞ്ഞ് വന്നിട്ട് നേരെ നമ്മൾ എൻ്റെ പുറത്തൊരു കുളത്തിൻ്റെ സൈഡിലൊരു ചെറിയ കുഞ്ഞു ക്ഷേത്രമുണ്ട്, ഈ കാണുന്ന കേട്ടോ. മണ്ണാർശാല അമ്പലത്തിലെ കുളം. എൻ്റെ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മീനിൻ്റെ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. അപ്പോൾ അവിടുന്ന് തൊഴുത് നമ്മൾ നേരെ ഇറങ്ങുന്നത് നേരെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ കോവിലിൻ്റെ അടുത്തേക്ക് ഇതെവിടെ ഒരു കടയുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എന്നൊരു ഷോർട്ട് വീഡിയോ എടുക്കാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, വീഡിയോ അവിടെ അലോഡല്ല എന്നും പറഞ്ഞു. അത് കാരണം ഞാൻ അതിൻ്റെ ഒരുപാട് അടുത്തോട്ടൊന്നും ചെന്നില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനത് കാണിച്ചു തരികയാണ്. അവിടുന്ന് നമ്മൾ നടന്നൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ഇടവഴി പോലെ ഒരു പാസേജ് പോലുള്ള ഏരിയയാണ്. അപ്പുറം ഇപ്പുറം ആണല്ലേ കമ്പി വേലി കെട്ടിയിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് ഇല്ലത്തിൻ്റെ സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പ്രൊഫഷണൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പാസേജ് പോലെ കിടക്കുന്ന നേരെ പോകുന്നത് അതിൻ്റെ വടക്കേ പുറത്ത് ഒരു ക്ഷേത്രമുണ്ട്. ഇത് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. അവിടുന്ന് നടന്ന് നമ്മൾ പോകുന്നത് നേരെ എൻ്റെ അടുത്ത് നമുക്കൊരു സർപ്പക്കുളമുണ്ട്. ആ സർപ്പക്കുളത്തിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് വൈഫിനോട് പറയായിരുന്നു, ഈ പോസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന്. അതിൻ്റെ ചിരിയാണ് ആ കാണുന്നത്. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു, നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. രാവിലെ നമ്മൾ താമസിച്ചാണ് അമ്പലത്തിൽ എത്തിയത്. പക്ഷെ രാവിലെ ഇതിനെക്കാട്ടി കൂടുതൽ തിരക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങൾ സർപ്പക്കുളത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വീഡിയോ പിടിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നു. ഇത് കണ്ടില്ലേ, ഓരോരുത്തർ നോക്കുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സർപ്പക്കുളത്തിൻ്റെ അടുക്കലാണ്. ഒരു ശ്രീ ദുർഗാ ക്ഷേത്രമുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ, അതിൻ്റെ വാതിക്കലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത സൈഡിലാണ് ഈ സർപ്പക്കുളം. അതിൽ സർപ്പങ്ങളെ കാണാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അത് നോക്കിയാണ് അവർക്ക് ഇഷ്ടം പോലെ ആമയും ഉള്ള സ്ഥലമാണ്. ആമയുണ്ട്, വരാലുണ്ട്, വരാൽ കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഇന്ന് നോക്കിയിട്ട് ആരെയും കണ്ടില്ല അവിടെ. സാധാരണ അതിൽ നമുക്ക് ഒരുപാട് ആമകൾ പൊന്തി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അത് വൈഫ് ഇങ്ങനെ നോക്കുകയാണ്, അവിടെ ആമയുണ്ടോ വരാലുണ്ടോ എന്നൊക്കെ. എല്ലാ ആൾക്കാരും വന്ന് നോക്കാറുണ്ട് കേട്ടോ. മീനറ്റ ആൾക്കാർ നോക്കുന്നത് മീനെ ഉദ്ദേശിച്ച് മാത്രമല്ല, അതൊരു സർപ്പക്കുളമായിട്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്രതം പിടിച്ച് അതിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ അവിടെ സർപ്പത്തിനെ കാണാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങളുടെ ഐതിഹ്യമുണ്ട് അവിടെ. ഞാനും ഒരുപാട് നാളുകൾ കൊണ്ട് എല്ലാവരും നമ്മളും പോയി നോക്കാറുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടുകിട്ടിട്ടില്ല കേട്ടോ. ഇതാ ഒന്നുകൂടെ നമ്മൾ തിരിച്ച് ഇറങ്ങി വരുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ ഒന്നുകൂടെ ആ കടയിൽ നമ്മൾ ഒന്നുകൂടെ എടുക്കാൻ മാക്സിമം അടുത്ത് നിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടുന്ന് കിഴക്ക് ആ പോകുന്ന എൻട്രൻസ് ആണ് കേട്ടോ, ഇല്ലത്തിൻ്റെ അടുത്തോട്ട് പോകുന്നത്. ഇത് നമ്മൾ പുറത്തോട്ടുള്ള എൻട്രൻസ് ആണ്. ഇതാണ് ഞാൻ കുളത്തിൻ്റെ സൈഡിൽ കാണുന്ന ക്ഷേത്രം. ഇത് മറ്റേ പുറത്തു നിന്നുള്ള ആൾക്കാർക്കൊക്കെ വരാൻ വേണ്ടി താമസിക്കാനുള്ള സംഭവമാണ് കേട്ടോ. അവിടെ താമസ സൗകര്യം ഫ്രീ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങളൊന്ന് കണ്ടിരിക്കുക. കണ്ടില്ലേ, ഭയങ്കര ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ നിന്ന് താമസിക്കുന്നുണ്ട് പുറത്തുനിന്നേ. അപ്പോൾ ഇതാണ് അതിൻ്റെ രസീത് കൗണ്ടർ. അമ്പലത്തിൻ്റെ ക്ഷേത്രം വഴിപാട് നടത്തുന്ന രസീത് കൗണ്ടർ. ഇവിടെ നമുക്ക് എടുത്ത് നൂറും പാലും അതുപോലെ ഒരുപാട് നല്ല നല്ല വഴിപാടുകളുണ്ട് അവിടെ കേട്ടോ. ഒരുപാട് വിശ്വാസികൾ, അത് അന്യമതത്തിൽപ്പെട്ട ആൾക്കാരും വന്ന് കാണാം. ഇതാണ് കേട്ടോ മണ്ണാർശാല അമ്പലത്തിലെ കുളം. വലിയൊരു കുളമാണ്. ഇതിൻ്റെ അകത്ത് നിറയെ മീനുണ്ടായിരുന്നു.
പക്ഷെ ഇന്ന് മീനെ ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇനി പേടിച്ച് കുളം വൃത്തിയാക്കിയോ ഒന്നും അറിയില്ല, നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. പക്ഷെ അതുകൊണ്ട് അവിടെ വന്നപ്പോൾ ഒരു മുല്ലപ്പൂ കച്ചവടക്കാരനെ കണ്ടു. നല്ല ചിലവുണ്ടായിരുന്നു പുള്ളിക്ക്. ഒരു മടുത്തിനും കാണാണ്ട് 10 രൂപയാണ്. എല്ലാവരും മേടിച്ച് ചൂടിക്കൊണ്ട് പോകുന്നതുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്. അതായത് നമ്മൾ 2 വഴിയുണ്ട് ഇതിന് കേട്ടോ. ഒരെണ്ണം തോണ്ടാ നേരെ കാണുന്ന ആ സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നത് ബസ് സർവീസൊക്കെ ഉള്ളതാണ് കേട്ടോ. ട്രാൻസ്പോർട്ട് ബസ്സും ഉണ്ട്, പ്രൈവറ്റ് ബസ്സും ഉണ്ട്. തിരുവല്ല, ചങ്ങനാശ്ശേരി, ഒരുപാട് ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ എത്തുന്നതുകൊണ്ട് ബസ് സർവീസ് അങ്ങോട്ടുള്ള കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൈലി കച്ചവടം നടക്കുന്നു. അങ്ങനെ ഞാനത് കാണാൻ വേണ്ടി ഞാനും വൈഫുമായിട്ട് അവിടം വരെ എത്തിയതാണ്. അപ്പോൾ കൈലിയൊക്കെ നോക്കിയിട്ട് 130 രൂപയ്ക്കുള്ള കൈലിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പക്ഷെ ആ വിലയ്ക്കുള്ള ക്വാളിറ്റി ആ തുണിക്കില്ല. അതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് 200 രൂപ കൈലി ഉണ്ടായിരുന്നു. ഒരെണ്ണം 200 രൂപ, 2 350 രൂപ എന്ന് പുള്ളി പറഞ്ഞു. പക്ഷേ ആ 130 രൂപ വരെയുള്ളത് കയ്യിൽ ഞാൻ നോക്കിയിട്ട് അത്ര ക്വാളിറ്റി പോയാൽ അത് ഞാൻ തിരിച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ 200 രൂപയുടെ ഒരെണ്ണം സെലക്ട് ചെയ്ത് ഒരു കയ്യിൽ ഞാൻ എടുത്തായിരുന്നു. പക്ഷെ അത് മേടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 ആൾക്കാർ, പരിചയമുള്ള ആൾക്കാർ വന്ന് സംസാരിച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ പോയി പറഞ്ഞാൽ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ കൈലിയുടെ കളറും കാര്യങ്ങളൊക്കെ കൊള്ളാം എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരൊറ്റ മുക്കിനേ ഉള്ളെന്ന്. ഒരു കഴിയുമ്പോൾ അത് തെളിഞ്ഞ് മിക്കവാറും വെള്ള കളറാകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ വെജിറ്റബിൾ മസാലയാണ് കേട്ടോ. വന്ന വഴി കണ്ടതാണ്. പുള്ളിക്കും കച്ചവടം നല്ല രീതിയിലുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കടകളുമുണ്ട് കേട്ടോ, നല്ല നല്ല കടകൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവിടെ വരെ ബായ്.